ചേട്ടാ, ഞാൻ ഇന്നലെ ഇവിടുന്ന് ഒരു കിടക്ക മേടിച്ചു, ഒരു മെത്ത. അതിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ചേട്ടാ ഇങ്ങ് വാ. എന്താ കുഴപ്പം? എന്താ വാ ഇങ്ങോട്ട് വാ. ഞാൻ ഇന്നലെ ഇവിടുന്ന് നിങ്ങൾ പറഞ്ഞതിന് പ്രകാരം വില കൂടി ഒരു കിടക്ക മേടിച്ചു. എന്നിട്ട് അതിൽ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. സാറേ, ഇത് ഏറ്റവും വില കൂടിയ ബെഡാ. ഈ ബെഡ് മേടിച്ച് ഒറ്റ മനുഷ്യന് ഒരു ഇതുവരെ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് ഇവിടെ വന്നിട്ടില്ല. അത് ചിലപ്പോൾ സാറിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലാതെ ബെഡിന് അങ്ങനെ വല്ല കുഴപ്പം വരുമോ? താനെന്തോ ആളെ കളിയാക്കണോ? ഇത്രയും വില കൊടുത്ത് ഞാൻ സാധനം മേടിച്ചിട്ട്. സാറെന്താ സാർ അങ്ങനെ പറയുന്നത്? ഈ മാർബിൾ മാട്രസിനെ കുറിച്ച് സാറിന് വല്ലതും അറിയോ? കേരളത്തിൽ 107 ഷോറൂമുകളുള്ളൊരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ വിൽക്കുന്നത്. ഇന്ന് വരെ ഞങ്ങളുടെ ഈ കമ്പനിയിൽ ഇങ്ങനൊരു പരാതിയായിട്ട് ആരും വന്നിട്ടില്ല. ഇത് മിക്കവാറും സാറിൻ്റെ തന്നെ കുഴപ്പമായിരിക്കും. താനെന്തോ ആളെ കളിയാക്കണോ? ഇത്രയും കാശും കൊടുത്തോ മെത്ത മേടിച്ചിട്ട് അതിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ താൻ കാര്യം മനസ്സിലാക്കുന്നത്? സുഹൃത്തെ, ഒന്നിയിൽ ഞാൻ ഇന്നലെ മേടിച്ച മെത്ത തിരിച്ചെടുക്കണം. എനിക്കതിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തോ പറയാൻ എന്താ പ്രശ്നം? എന്താ ഇവിടെ? എന്താ സാറേ? ഞാൻ ഇന്നലെ ഇവിടുന്ന് ഒരു മെത്ത മേടിച്ചു. അതിൽ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അല്പം പോലും ഉറങ്ങാൻ കഴിയുന്നില്ല. സാറേ, നമുക്ക് മെത്ത തരാനല്ലേ കഴിയുള്ളൂ, ഉറക്കം തരാൻ കഴിയില്ലല്ലോ. ഉറക്കം വരുന്നില്ലേ? അതെന്താണ് പ്രശ്നം? ആദ്യമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ആര് പറഞ്ഞു സാറേ? ഞാനിത് ഇവിടുന്ന് മേടിച്ചുകൊണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ബ്രദറെ, എന്താ പ്രശ്നം? ഞാൻ ഇന്നലെ ഇവിടുന്ന് ഒരു കിടക്ക മേടിച്ചുകൊണ്ട് പോയി. അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറക്കം വരുന്നില്ല, അത്രയല്ലേ ഉള്ളൂ? അതെ ബ്രദറെ, ഉറക്കം വരാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? ബാ, പറഞ്ഞുതരാം. ബാ സഹോദര, ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ഉറക്കം വരാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരമുണ്ട്. ആ പരിഹാരം ഞാൻ ബ്രദറിന് പറഞ്ഞുതരാം. എന്താ സാറേ പരിഹാരം? വാ സാർ, സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള വഴി പറഞ്ഞുതരാം സാറേ. എന്ത് പറ്റി സഹോദര? എന്താ നിങ്ങൾക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞത്? എന്താ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? തന്നെ ഭയങ്കരമായിട്ടൊരു വിഷമം സാറേ. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല രാത്രി. സഹോദര, എന്തോ ഒരു പേടി എന്നെ അലട്ടുന്നു. സഹോദര, വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. സങ്കീർത്തനക്കാരൻ്റെ പുസ്തകത്തിലെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അങ്ങനൊരു വാക്യം ബൈബിളിലുണ്ട്. സഹോദര, ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മളെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. സഹോദര, വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പത്രോസ്. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന്. ഉറങ്ങാൻ കഴിയാത്തതിന് പല കാരണങ്ങളുണ്ടാകാം. എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, പത്രോസ് സുഖമായി കിടന്നുറങ്ങിയ ഒരു രംഗത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. എപ്പോഴാണെന്നറിയണ്ടേ? സുവിശേഷം അറിയിക്കുന്നു എന്ന കാരണത്താൽ ഭരണാധികാരികൾ പിടിച്ച് തടവറയിലാക്കുകയും രണ്ടുപേരെയും കൊന്നുകളയാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. പത്രോസും പത്രോസിൻ്റെ കൂട്ടുകാരനായ യാക്കോബിനെയും കൊന്നുകളയാനാണ് കൽപ്പന വന്നത്. പക്ഷേ തലേദിവസം ഈ പറയുന്ന യാക്കോബിനെ കൊന്നുകളയുക തന്നെ ചെയ്തു. വാളിന് വെട്ടിക്കൊന്നു എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. അടുത്ത ദിവസം പത്രോസിനെ കൊല്ലാനാണ് ഇട്ടിരിക്കുന്നത്. അടുത്ത പ്രഭാതത്തിൽ എന്നെ വെട്ടിക്കൊല്ലും, എൻ്റെ പ്രാണൻ ഇവിടെ അവസാനിക്കുകയാണ്, അടുത്ത നിമിഷം ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ള സത്യത്തെ അറിഞ്ഞ പത്രോസ് സുഖമായി ആ രാത്രി കിടന്നുറങ്ങി. എങ്ങനെ ഉറങ്ങാൻ പറ്റുക? വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ. പത്രോസ് നല്ല സുഖമായി കിടന്നുറങ്ങി. അവിടെ പത്രോസിൻ്റെ മറ്റ് സ്നേഹിതരിരുന്ന് പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റൊരു മാളിക മുറിയിലിരുന്നു കൊണ്ട്. ആ സമയത്ത് സ്വർഗത്തിലെ ദൂതൻ പത്രോസിനെ രക്ഷപ്പെടുത്താനായിട്ട് അവിടെ വരുമ്പോൾ പത്രോസ് സുഖമായിട്ട് ഉറങ്ങുകയാണ്. കാരാഗൃഹത്തിൻ്റെ വാതിൽ 1ഉം 2ഉം ഒക്കെ കടന്ന് ദൂതൻ അടുക്ക വരുമ്പോഴും പത്രോസ് ഉറങ്ങുകയാണ്. ആ ദൂതൻ പത്രോസിനെ തട്ടി വിളിച്ചുണർത്തി കൊണ്ടുപോകുന്ന രംഗം വേദപുസ്തകത്തിലുണ്ട്. സൗറിന് മനസ്സിലായോ? പ്രാണഭയത്തിലായാൽ പോലും ഒരു ദൈവ പൈതൽ സുഖമായി കിടന്നുറങ്ങുന്ന ഒരു ചിത്രമാണ് നമുക്ക് പത്രോസിൻ്റെ ഈ ജീവിതത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പറയാൻ എനിക്കിവിടെ ആരുമില്ല. എൻ്റെ ഭാര്യയും മക്കളും അവരെല്ലാം വിദേശത്താണ്. എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, ധാരാളം വസ്തുവകകളുണ്ട്. അതുകൊണ്ടൊന്നും എനിക്കൊരു സമാധാനവുമില്ല. എനിക്ക് സമാധാനം കിട്ടാനായിട്ട് ഞാൻ പലപ്പോഴും മദ്യപിക്കാറുണ്ട്. മദ്യത്തിൽ ഞാൻ അഭയം തേടാറുണ്ട്. എന്നിട്ടും എനിക്ക് ഉറക്കം ലഭിക്കുന്നില്ല. എനിക്കൊരു സമാധാനവുമില്ല ഈ ലോകത്തിൽ. എൻ്റെ സാറേ,
സഹോദര സന്തോഷേ, സമാധാനം ലോകത്തിന് നൽകാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് സമാധാനപ്രഭുവായ ക്രിസ്തുവിന് മാത്രമാണ്. ലോകത്തെ നോക്കിക്കൊണ്ട് ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകാം. ആ യേശുവിനെ ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ സന്തോഷേ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അതറിയാനും ആ യേശുവിനെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ സന്തോഷേ? വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ്റെ ഒരു ഭാഗം ഇങ്ങനെയുണ്ട്: എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. വാസ്തവത്തിൽ സന്തോഷിനെ സഹായിക്കാൻ സന്തോഷം തൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തിയേ മതിയാവും. സഹോദരാ, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിനക്ക് ആശ്വാസം തരും. എനിക്കതിന് കഴിയും സാർ. സന്തോഷേ, നമ്മുടെ കർത്താവ് ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. സന്തോഷം വിശ്വസിക്കുക, ദൈവം അത് സാധ്യമാക്കി തരും. സന്തോഷം ധൈര്യമായിരിക്കും. ഞാനല്ലേ പറഞ്ഞത്, എത്രയോ പേർ ഈ സന്തോഷം അനുഭവിക്കുന്നു, സമാധാനം അനുഭവിക്കുന്നു, സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിനെ ഒന്ന് വിശ്വസിക്കുക. വിളിക്കുന്നിടത്ത് ഓടി വരുന്നവനല്ലേ നമ്മുടെ കർത്താവ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കഴിയും. നമ്മുടെ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഉറപ്പ്. സന്തോഷമായിട്ടിരിക്കും. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമല്ലുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലേ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കും.